എന്റെ ഈ ചാനലിൽ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫാമിലി വ്ളോഗ്സ് ആണ് കേട്ടോ. പക്ഷെ എപ്പോഴും ഒന്നും നമുക്ക് ഫാമിലി ആയിട്ട് വ്ളോഗ്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. എന്താ ചെയ്യുക? പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോ റെസിപ്പി ഒക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓടി തളർന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ലോകത്തിന് ഞാൻ മാത്രമേ കാണൂ ഇത് ഉണ്ടാക്കാനായിട്ടെന്ന് തോന്നിയപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. സംഭവം അടിപൊളി. എല്ലാവരും കേട്ടുമടുത്ത ചിന്താമണി ചിക്കൻ ആണ് കേട്ടോ. ഒന്ന് നോക്കിയാലോ. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണയും ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില ഒക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഒടിച്ചു നുറുക്കി വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പീസും കൂടെ ഒന്നങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആണ് കേട്ടോ. ബോൺലെസ് ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ട് 1 മണിക്കൂർ ഒന്ന് തിരുമ്മി വെച്ചതും കൂടെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നോർമലി ഞാൻ കണ്ട വീഡിയോസിലൊന്നും അങ്ങനെ തിരുമ്മി വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇത് എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ. എന്റേതും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെ ആ ചിക്കൻ പീസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് മൂടിയൊക്കെ തുറന്നു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെള്ളം അങ്ങോട്ട് പറ്റിച്ചെടുത്തോളുക. അത്രേ ഉള്ളൂ. നമ്മുടെ ചിന്താമണി ചിക്കൻ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനിയും ആരെങ്കിലും ഒക്കെ ഇത് ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതില് എന്റെ രീതിയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് ആദ്യം പറഞ്ഞതുപോലെ. പിന്നെ ഇത്ര കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പൊ ഇനി നാളെ കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.